എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനായിട്ടുണ്ടായ കാര്യം വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ. ഇപ്പോൾ ഒരു ന്യൂസ് ഇപ്പം ഞാൻ കാണാനിടയായി. ഗോവിന്ദപുരം സ്വദേശി ഒരു ദീപക് ആത്മഹത്യ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ കാണാനിടയായത്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വൈറലായ ഒരു വീഡിയോ ആണ് ഞാൻ കാണുവാനിടയായത്. ഒരു ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി എടുത്ത ഒരു വീഡിയോ. അത് ഒത്തിരി പേര് കാണുവാനും അതിന് അഭിപ്രായം പറയുവാനും കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. ആ ഒരു വീഡിയോയിൽ പറയുന്ന വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഇന്ന് ഉച്ചയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ഞാൻ അറിയുന്നത് അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിലെ, എന്തായിരുന്നു സംഭവിച്ചത്? ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ദൃശ്യങ്ങൾ ശരിക്കും ആ ഒരു സംഭവത്തിൽ നടന്നതെന്താണ്? കൃഷ്ണ, ഇന്ന് പുലർച്ചെയാണ് ദീപകിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹം വലിയ മനോവിഷമത്തിലേക്ക് പോയിരുന്നു എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം. എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം? എന്ത് തരത്തിലുള്ള ആശങ്കയാണ് പങ്കുവച്ചിരുന്നത് ദീപക്? ദീപക് അങ്ങനെ വിഷമമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അവനിങ്ങനെ ഇതിങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. സ്വാഭാവികമല്ലേ, ഇത് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ ഞാൻ പറയൽ എന്താണെന്ന് വെച്ചാൽ, നീ ടെൻഷൻ അടിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് അതായത് ഞാനിത് കാര്യമായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ വിഷയം ഷെയർ ചെയ്തിട്ടില്ല. കാരണം അത് എനിക്ക് അത്ര ചെറിയ ഇഷ്യൂ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം. ഇനി എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച ഞങ്ങൾക്ക് കാണാം, രാവിലെ കാണാം, നാളെ ഞായറാഴ്ച എന്തായാലും ഞാൻ വരും. ഞാൻ കൊണ്ടുപോയാൽ താമസിക്കുന്നത്. ഞാൻ രാവിലെ അങ്ങോട്ട് വരും, വന്നിട്ട് നമുക്ക് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു വെച്ചത്. ദീപക് വിഷമം ഷെയർ ചെയ്തിരിക്കണം. പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു അത്ര ടോൺ മാറിയിട്ടൊന്നുമില്ല. അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചു. അവന് വിഷമമുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പം ഇന്ന പറ്റിയിട്ട് ഒരു അപവാദ ന്യൂസോ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് വിഷമിക്കും. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ എന്നിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും അവന് തമ്മിലുള്ള ബന്ധമാണ്. ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9:00 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വിളിക്കാൻ പറഞ്ഞാൽ കട്ട് ചെയ്തത്. എന്തിനാ തിരിച്ച് വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വീഡിയോ വന്നത്. ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ, ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയുകയാണ്, ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാണ്. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് നോക്കിയിട്ട് വരില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞാൽ ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ ഞാൻ അയക്കണില്ല.